വെച്ചപ്പോൾ സംഭവിച്ചത്. ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉമ്മയെ സഹായിക്കാൻ പോയി. ഉമ്മ എനിക്കൊരു ജോലി തന്നു. പോയി 4 ഉള്ളി തൊളിക്ക്. ഞാൻ അത് എടുത്തെടുത്തു. 2 പാത്രം എടുത്തു. അതിൽ ഒരു പാത്രത്തിൽ 4 ഉള്ളി എടുത്തു. മറുപാത്രത്തിൽ ഉള്ളി തൊലിച്ച തോലിടാനും വെച്ചു. ഒരു ഐഡിയ എനിക്ക് ഓർമ്മ വന്നു. ഉള്ളി വെള്ളത്തിലിട്ട് തൊലിച്ച നീരില്ലാന്ന്. അങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് തൊലിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണു നീറാൻ തുടങ്ങി. ഞാൻ അടക്കി പിടിച്ചുകൊണ്ട് ഉമ്മച്ചിയുടെ മുമ്പിൽ ഈസിയാണെന്ന് അഭിനയിച്ചു. പക്ഷേ അടക്കി പിടിച്ചത് എനിക്ക് വല്ലാത്ത പ്രശ്നമായി. ഒടുവിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. അത് ഞങ്ങൾക്ക് കൊറോണ കാലത്തെ ഹെഡ് മാഷ് റഹിമാഷ് പറഞ്ഞിട്ടൊരു മാഷായിരുന്നു. അപ്പോൾ അവധിക്കാലം ഇങ്ങനെ എന്നുവെച്ചാൽ കൊറോണക്കാരാണ്. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ കാരണം കുട്ടികൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു അവധിക്കാല പ്രവർത്തനം പോലെ തന്നതാണ് ഈ ഡയറി എഴുത്ത് പറഞ്ഞത്. ഇത് രാവിലെ നീച്ചു പല്ല് തേച്ചു അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും എഴുതാം. ഒരു ദിവസം നടന്നത് എന്ത് വേണേലും എഴുതാം. അത് വർണ്ണനയും സങ്കല്പവും ഒക്കെ ഇതാക്കി എഴുതാം. അങ്ങനെ ഞാൻ എഴുതിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. കണ്ടതെല്ലാം അവളുടെ തൂലിക പകർത്തി അവളുടെ അനുഭവങ്ങളെ അക്ഷരങ്ങൾ കൂടുതൽ മനോഹരമാക്കി. കഥകളൊക്കെ കവിതകളൊക്കെ പറഞ്ഞാൽ ഒന്ന് നമ്മളെ ഭാവനയിൽ നിന്ന് എടുത്ത് എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടത് വർണ്ണിച്ച് എഴുതുക. അങ്ങനെയാണ് എഴുതുക. ഏറ്റവും ആദ്യം എഴുതിയത് അത് ഞാൻ മുറ്റത്തൊരു റോസാപ്പൂവിനെ കണ്ടു. അപ്പോൾ അതിനെ ഞാൻ തൊട്ട് നോക്കി. അങ്ങനെ ഇതാണ്. കോവിഡ് കാലത്താണ് വിദ്യാർത്ഥികളുടെ യാത്രാ വിവരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി അധ്യാപകർ നിർദ്ദേശിച്ചത്. ജസയുടെ എഴുത്തുകൾ ഓരോന്നായി ശ്രദ്ധേയമായി. അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. അറിഞ്ഞും അറിയിച്ചും ജസയുടെ എഴുത്ത് തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ ഇങ്ങനെ TV ചാനലൊക്കെ വരുന്നതും മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഈ ആഗ്രഹം വലുതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല, കവിയാവണം അങ്ങനെയൊന്നുമില്ല, എന്താ ആവണ് അത്. കടൽ എനിക്കൊരു കവിത തന്നു. ഞാനത് കേൾക്കാതെ കടലിന് തിരിച്ചു നൽകി. കടലത് അമ്പിളിയെ ഏൽപ്പിച്ചു. അമ്പിളി അത് പിച്ചിച്ചീന്തി താഴെ ഇട്ടു. കണ്ട കാഴ്ചകളൊക്കെ അങ്ങനെ മനസ്സിൽ മാത്രം വെക്കുകയായിരുന്നില്ല ജസ, അതെല്ലാം കോറിയിട്ടു. ജസയുടെ അനുഭവ കഥകൾ പഠിക്കുന്നത് ചേച്ചിമാരും ചേട്ടന്മാരുമാണ്. ഇതിൽ പറയുന്നത് പോലെ ജസ ഇനിയും എഴുതിക്കൊണ്ടിരിക്കും. ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ചേരുന്നു. ഒപ്പം അരുൺ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എഴുതുക, അതിമനോഹരമായി ഈ ഭാഷ കൈകാര്യം ചെയ്യുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇതങ്ങനെ നിർബാധം മുന്നോട്ട് പോട്ടെ. ഞാൻ അവളങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇനി ഭാവിയിൽ എന്തൊക്കെ എഴുതാനിരിക്കുന്നു, ആ എഴുത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കും, വായനക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു വലിയ എഴുത്തുകാരി ആവുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. തുടക്കം തന്നെ പറയുമ്പോൾ ആ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ യാത്രാ വിവരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് രാവിലെ ചായ കുടിച്ചു, ഇന്ന സ്ഥലത്ത് പോയി, മടങ്ങിയെത്തി, അങ്ങനെയൊക്കെയാണ് പറയാറ്. സാധാരണ വിദ്യാർത്ഥികളൊക്കെ എഴുതി കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ ജസയുടെ എഴുത്തെന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ തട്ടുന്നവയാണ്. അവളുടെ എല്ലാ അനുഭവങ്ങളും, അവൾ കണ്ടത് പേടിയായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, അങ്ങനെയുള്ള വികാരങ്ങൾ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളും, ഒപ്പം തന്നെ ഈ യാത്ര, ഈ കോവിഡ് സമയത്താണ് ഇങ്ങനെ ഒരു യാത്രാ വിവരണം എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ജസ എഴുതിയ അവളുടെ എഴുത്തുകൾ അധ്യാപകർക്ക് അന്ന് തന്നെ അത് വളരെ ശ്രദ്ധേയമായി തോന്നി. അങ്ങനെ ഇത് പാഠ്യഭാഗത്തിൽ അച്ചടിച്ച് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 4ാം ക്ലാസ്സുകാരിയാണ്, 5ാം ക്ലാസ്സിലെ UP സിലബസിലാണ് ഇത് പഠിക്കാനുള്ളത്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വഴി കാട്ടുന്ന ഒരു കുട്ടിയായി ജസ മാറി എന്നുള്ളതാണ്. അവിടെ എത്തി ആ ക്ലാസ് റൂമിൽ ജസയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ജസ അങ്ങനെ ഫ്രീ ആയിട്ട് അവളുടെ ഇനിയും എഴുതും, എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നും, ഞാൻ കാണുന്നതൊക്കെ എഴുതും, എൻ്റെ അനുഭവങ്ങൾ എഴുതും, ഒപ്പം തന്നെ ആ ഭാവനയും ഉണ്ടെന്നാണ്. ഞാൻ ഈ ബുക്ക് ജസയുടെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ സമാഹരണമാണ്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഈ കൊടിക്കുത്തി മലയുണ്ട്, അതിൻ്റെ ടൈറ്റിലുകളാണ് ജസ ഇനിയും എഴുതിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കണ്ടു. അത് തന്നെയാണ് ജസയുടെ ജീവിതവും. ഇനിയും ജസ മനോഹരമായി തന്നെ തൂലിക, മനോഹരമായി തന്നെ ജസ ഇനിയും എഴുതട്ടെ.